എല്ലാവർക്കും വൺ ക്ലിക്ക് PSC യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം. നമ്മുടെ ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് ഡിഗ്രി പ്രിലിംസ് സ്റ്റേജ് 1ന്റെ കട്ട് ഓഫിനെ കുറിച്ചാണ്. അപ്പോൾ എഴുതിയ ഉദ്യോഗാർത്ഥികളെ താഴെ നിങ്ങളുടെ മാർക്ക് എന്താണെന്നുള്ളതൊന്ന് കമൻറ്റ് ചെയ്യുക. അതേപോലെ തന്നെ എഴുതാത്ത ഉദ്യോഗാർത്ഥികളാണെങ്കിൽ എഴുതി കഴിഞ്ഞ ശേഷം നിങ്ങളുടെ മാർക്ക് ഒന്ന് എന്ത് ചെയ്യുക, കമൻറ്റ് ചെയ്യാനായിട്ട് ശ്രമിക്കുക. ഓക്കെ, വെറുതെ ജസ്റ്റ് ഒന്ന് അറിയാൻ വേണ്ടിയിട്ടാണ്. കാരണം ഇന്നത്തെ എക്സാമിനെ കുറിച്ച് നമ്മൾ വിലയിരുത്തുകയാണെങ്കിൽ, അതായത് സിലബസ് അടിസ്ഥാനത്തിൽ 10 സബ്ജക്റ്റിൽ നിന്നും വളരെ വ്യക്തമായിട്ട് തന്നെ PSC എന്ത് ചെയ്തിട്ടുണ്ട്, ചോദ്യങ്ങൾ ചോദിച്ചിട്ടുണ്ട്. ആ ഒരു കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. ക്വസ്റ്റ്യൻ പേപ്പർ കണ്ട ഓരോ ഉദ്യോഗാർത്ഥികൾക്കും വളരെ വ്യക്തമായിട്ട് മനസ്സിലായിട്ടുണ്ടാവും. ഞാൻ ഇനി ഈ ഒരു ക്വസ്റ്റ്യൻ പേപ്പറിനെ കുറിച്ചൊരു ഡിസ്കഷനും കാര്യങ്ങളിലേക്കും പോകുന്നില്ല. കാരണം ഒത്തിരി ആളുകൾ അതിനെക്കുറിച്ച് വളരെ വ്യക്തമായിട്ട് എന്ത് ചെയ്തിട്ടുണ്ട്, വീഡിയോ ചെയ്തിട്ടുണ്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ അങ്ങനെ ഒരു ലെവലിലേക്ക് ഇനി ഞാനൊരു എന്താണ് ഡിസ്കഷനിലേക്ക് ഞാൻ പോകുന്നില്ല. നമുക്ക് LDC 2024 അതേപോലെ തന്നെ ഇനി വരാനിരിക്കുന്ന PSC എക്സാമുകളെ കുറിച്ച് നമ്മൾ നോക്കുകയാണെങ്കിൽ അതിൻ്റെ കട്ട് ഓഫും ഇനി എങ്ങനെ വരും, അതേപോലെ തന്നെ ഇതിൻ്റെ കട്ട് ഓഫ് ഏത് ലെവലിൽ വരെ എത്താം എന്നുള്ളതിനെ കുറിച്ചുമുള്ള ഒരു വീഡിയോ ആണ് ഞാൻ നിങ്ങളുടെ മുന്നിലേക്ക് എത്തിക്കുന്നത്. അതേപോലെ തന്നെ എങ്ങനെ നമുക്ക് ഈ ഒരു എക്സാം നല്ല രീതിയിൽ ക്രാക്ക് ചെയ്യാൻ പറ്റുമായിരുന്നു എന്നുള്ളതും കൂടി ഞാൻ ഇതിൻ്റെ കൂടെ ഞാൻ പറയാനായിട്ട് ഉദ്ദേശിക്കുന്നുണ്ട്. അപ്പോൾ ഇത് എൻ്റെ തികച്ചും വ്യക്തിപരമായിട്ടുള്ള ഒരു അഭിപ്രായമാണ്. അതേപോലെ തന്നെ എന്താണ്, നമ്മുടെ ചാനൽ ഇതുവരെയും എന്താണ് സബ്സ്ക്രൈബ് ചെയ്യാത്ത ആരെങ്കിലും ഉണ്ടെങ്കിൽ, ഈ വീഡിയോ കണ്ടുകൊണ്ടിരിക്കുന്ന ആളാണെങ്കിൽ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. അതേപോലെ തന്നെ വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഉറപ്പായിട്ടും ലൈക്ക് ചെയ്യുക. അതേപോലെ തന്നെ എന്ത് ചെയ്യുക, നിങ്ങളുടെ അഭിപ്രായം എന്താണെന്നുള്ളത് താഴെ കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. ശരിക്കും PSC എക്സാമിലെ ഇന്ന് സ്റ്റേജ് 1 നടന്നപ്പോൾ കട്ട് ഓഫിനെ കുറിച്ച് പറയുമ്പോൾ ഇതിൻ്റെ അകത്ത് ആദ്യം തന്നെ എനിക്ക് പറയാൻ പോകുന്നത്, ഈ ഒരു എക്സാം എന്ന് പറയുന്നത് അത്യാവശ്യം നല്ല ടഫായിട്ടുള്ള ഒരു എക്സാം തന്നെയായിരുന്നു. ഓക്കെ, അപ്പോൾ സ്റ്റേജ് 1 അപേക്ഷിച്ച് ഇപ്പോൾ നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ മനസ്സിലാവും, സ്റ്റേജ് 1 എപ്പോഴും ടഫായിരിക്കും. അതേപോലെ തന്നെ സ്റ്റേജ് 3 ആയിരിക്കും മിക്കപ്പോഴും എന്തായിട്ട് വരുന്നത്, എളുപ്പമായിട്ട് വരുന്നത്. അപ്പോൾ പ്രിയ ഉദ്യോഗാർത്ഥികളെ, മിക്കപ്പോഴും അങ്ങനെ തന്നെയാണ് PSC ചെയ്യാറുള്ളത്. പക്ഷേ ഇന്ന് സ്റ്റേജ് 1 എന്ന് പറയുന്നത് എക്സാം ഇന്ന് ടഫായിരുന്നു. കാരണം അതിലെ ചോദ്യങ്ങൾ നമ്മൾ എടുത്ത് നോക്കിക്കഴിഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ആ ഒരു ചോദ്യങ്ങൾ എന്ന് പറയുമ്പോൾ, അതായത് വൺ വേർഡ് ക്വസ്റ്റ്യൻസ് എന്ന് പറയുന്നത് ഇന്നത്തെ ഈ ഒരു എക്സാമിൽ വന്നിരിക്കുന്നത് 28ഓളം വൺ വേർഡ് ക്വസ്റ്റ്യൻസ് ആണ് വന്നിരിക്കുന്നത്. ഓക്കെ, അപ്പോൾ വൺ വേർഡ് ക്വസ്റ്റ്യൻസിൽ നമുക്ക് വന്നിരിക്കുന്ന 28ഓളം ക്വസ്റ്റ്യൻസ് ഏകദേശം വലിയ പ്രശ്നമില്ലാത്തൊരു ക്വസ്റ്റ്യൻസും അതേപോലെ തന്നെ കുറേയൊക്കെ നമ്മൾ കണ്ടതുമായിട്ടുള്ള ചോദ്യങ്ങളാണ് അതിൻ്റെ അകത്ത് വന്നിരിക്കുന്നത്. കാരണം വയനാട്ടിലെ കാടുകളിൽ 1812 കൊളോണിയൽ ആദിവാസി വിരുദ്ധ കലാപത്തിന് നേതൃത്വം നൽകിയത് ആരാണ്? ആ ഒരു ചോദ്യം നമുക്ക് വൺ വേർഡ് ക്വസ്റ്റ്യൻ ആയിട്ട് ഉള്ളതാണ്. അതേപോലെ കല്ലുമാല സമരത്തിലോ അല്ലെങ്കിൽ പെരിനാട് കലാപത്തിലോ ഉൾപ്പെട്ട കേരളത്തിലെ സാമൂഹ്യ പരിഷ്കർത്താവ്, കേരള നവോത്ഥാനവുമായി ബന്ധപ്പെട്ട് ചോദിച്ച ചോദ്യമാണ്. അതൊക്കെ കുറച്ചുകൂടി എളുപ്പമായിട്ടുള്ള ഒരു ചോദ്യമാണ്. അതേപോലെ തന്നെ കേരള സമ്പൂർണ്ണ സാക്ഷരതയുള്ള സംസ്ഥാനമായി പ്രഖ്യാപിച്ച വർഷം എന്നാണ്. നമുക്ക് ബേസ് എന്ന ലെവലിൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, ആ ഒരു ക്വസ്റ്റ്യൻസ് എന്ത് ചെയ്യാൻ പറ്റും, അറ്റൻഡ് ചെയ്യാനും പറ്റും. അതിനൊരു മാർക്ക് നമുക്ക് ലഭിക്കുന്നതായിരിക്കും. അതേപോലെ തന്നെ മറ്റതാണ്, രണ്ടാം ലോക മഹായുദ്ധത്തിലെ യുദ്ധ കുറ്റവാളികൾ എവിടെയാണ് വിചാരണ ചെയ്യപ്പെട്ടത്? സ്കിപ്പ് ചെയ്യേണ്ട ചോദ്യമാണ്. കാരണം എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ, നമുക്ക് ഹിസ്റ്ററി എന്ന് പറയുന്ന ഒരു സബ്ജക്റ്റിന്റെ അകത്തേക്ക് എത്രത്തോളം ആഴത്തിലേക്ക് ഇറങ്ങിപ്പോയാലും പക്ഷെ നമുക്ക് പറ്റാത്തൊരു ചോദ്യമാണ് വരുന്നതെങ്കിൽ നമ്മൾ അത് സ്കിപ്പ് ചെയ്യുക എന്നുള്ളത് മാത്രമാണ് അതിന്റെ ഓപ്ഷൻ. അല്ലാതെ വെറുതെ അതിൻ്റെ അകത്തിട്ട് മസിൽ പിടിച്ചപ്പോൾ പറ്റിയ ഏറ്റവും വലിയ പോരായ്മ എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഇന്നത്തെ പല ഉദ്യോഗാർത്ഥികൾക്കും, അതായത് അത്രത്തോളം നന്നായിട്ട് പെർഫോം ചെയ്തുകൊണ്ടിരുന്ന ഉദ്യോഗാർത്ഥികൾക്ക് പോലും സമയം എന്ന് പറയുന്നത് കിട്ടാത്ത അവസ്ഥയിലേക്ക് എത്തിയത് എന്നുള്ളതാണ് പരമാർത്ഥ സത്യം എന്ന് പറയുന്നത്. ഓക്കെ, പരമാർത്ഥത്തിൽ അതാണ് സംഭവിച്ചത്. കാരണം എന്തെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, അവര് GK കിടന്ന്, കാരണം കോമൺ ആയിട്ട് ചോദിക്കുന്ന ചോദ്യങ്ങൾ നമ്മൾ ആൻസർ ചെയ്തതിന് ശേഷം വീണ്ടും നമ്മൾ എന്ത് ചെയ്യുന്നു, സ്റ്റേറ്റ്മെന്റ് ലെവലിലേക്കും അതേപോലെ തന്നെ നോർമൽ GK കിടന്ന് വീണ്ടും പരതിയാണ് നമ്മുടെ സമയം അവിടെ നഷ്ടപ്പെട്ടത്. അത് വലിയൊരു പോരായ്മ തന്നെയായിരുന്നു. ശരിക്കും PSC നടത്തിയ ഒരു വൻ ചതിയായിരുന്നു ഇത് എന്ന് വേണമെങ്കിൽ നമുക്ക് പറയാനായിട്ട് സാധിക്കും. കാരണം നമുക്കൊരു നോർമൽ എക്സാമിന്റെ സ്റ്റേജ് പ്രിലിംസിനെ എത്രത്തോളം ഒരു എന്താ പറയാ, ഒരു ടഫ് ലെവലിലേക്ക് എത്തിക്കാമോ, അല്ലെങ്കിൽ ഉദ്യോഗാർത്ഥികളുടെ മനസ്സിനെ പിടിച്ചുലക്കി അതേപോലെ തന്നെ എന്താണ് അവരുടെ മാനസികമായിട്ട് അവരുടെ എന്താണ് ആ ഒരു ലെവല് മാറ്റുക എന്നുള്ള ഒരു ഗൂഢമായ ഉദ്ദേശത്തോടു കൂടിയാണ് ഇങ്ങനെ ഈ ഒരു ചോദ്യം എന്ന് വേണമെങ്കിൽ നമുക്ക് പറയാനായിട്ട് പറ്റും. കാരണം അത്രത്തോളം ലെവലിലേക്ക് അത് കൊണ്ടുപോയി ചില ചോദ്യങ്ങൾ, ആ ചോദ്യങ്ങൾ നമ്മൾ ചിലപ്പോൾ അതിൻ്റെ അകത്ത് കിടന്ന് ചുറ്റിപ്പറ്റി നിന്നായിരിക്കാം ചിലപ്പോൾ നമ്മുടെ സമയം ഭൂരിഭാഗം ഉദ്യോഗാർത്ഥികളുടെ പോയത് എന്നുള്ളത് നമുക്ക് മനസ്സിലാക്കാനായിട്ട് പറ്റും. അതേപോലെ തന്നെ എന്താണ്, 18ാം നൂറ്റാണ്ടിൽ താഴെ പറയുന്ന തത്വചിന്തകരിൽ ആരാണ് ഈ പ്രസിദ്ധമായ
വാക്കുകൾ പറഞ്ഞത്. അതായത് മനുഷ്യൻ സ്വതന്ത്രനായി ജനിക്കുന്നു, പക്ഷേ എല്ലായിടത്തും ചങ്ങലയിലാണ്. ഇതൊക്കെ നമ്മുടെ ക്ലാസ്സിൽ വളരെ വ്യക്തമായി നമ്മൾ പറഞ്ഞ് വീണ്ടും ഇമ്പോർട്ടൻ്റ് ആണെന്ന് പറഞ്ഞ് റിപ്പീറ്റ് ചെയ്ത് പോയ ചോദ്യങ്ങളൊക്കെ ആയിരുന്നു. അതൊക്കെ അങ്ങനെ തന്നെ എന്ത് ചെയ്തിട്ടുണ്ട്, ചോദിച്ചിട്ടുണ്ട്. അതേപോലെ തന്നെ 2022 ജനുവരി 21 സംസ്ഥാനങ്ങൾ അവരുടെ 50-ാം സംസ്ഥാന ദിനം ആചരിച്ചു. താഴെ പറയുന്നവയിൽ ഏതാണ് ഈ മുന്നിൽ ഒന്നല്ല, ഈ മൂന്നിൽ ഒന്നല്ല? അപ്പൊ അങ്ങനെയുള്ള കുറെ ചോദ്യങ്ങൾ നമുക്ക് എന്ത് ചെയ്യാം, അതായത് വൺ വേർഡ് ക്വസ്റ്റ്യൻ ആയിട്ട് നമുക്ക് 28ഓളം ചോദ്യങ്ങളാണ് നിലവിൽ വന്നിരിക്കുന്നത്. ഈ 28 ചോദ്യങ്ങളിൽ നമുക്ക് ഏകദേശം ഒരു 25 അല്ലെങ്കിൽ 26 ചോദ്യങ്ങൾ നമുക്ക് മര്യാദയ്ക്ക് കറക്റ്റായിട്ട് നമ്മൾ ഫോക്കസ് ചെയ്ത് പോവുകയാണെങ്കിൽ അവർക്കത് അറ്റൻഡ് ചെയ്യാനായിട്ട് പറ്റും. അതായത് നല്ല രീതിയിൽ പഠിച്ച് ആവറേജ് എബോവ് സ്കോർ ചെയ്യുന്ന ഒരു ഉദ്യോഗാർത്ഥിയാണെങ്കിൽ അവർക്ക് എന്ത് ചെയ്യാനായിട്ട് പറ്റും, ഉറപ്പായിട്ടും ഒരു 25 മാർക്കിലേക്ക് എത്താനായിട്ട് പറ്റും. ഏകദേശം ഒരു 3-4 നമുക്ക് എന്ത് ചെയ്യാം, സ്കിപ്പ് ചെയ്യാം. അപ്പോഴും നമുക്കൊരു 20-ന് മുകളിലേക്കുള്ളൊരു മാർക്കിലേക്ക് സ്കോർ ചെയ്യാനായിട്ട് പറ്റും. ഓക്കെ, ഇനി സ്റ്റേറ്റ്മെന്റ് ലെവലുള്ള ചോദ്യങ്ങളിലേക്ക് പോവുകയാണെങ്കിൽ ഇന്നത്തെ സ്റ്റേറ്റ്മെന്റ് ലെവലുള്ള ചോദ്യം എന്ന് പറയുന്നത് 32ഓളം ചോദ്യങ്ങളാണ് ഉദ്യോഗാർത്ഥികളെ വട്ടം ചുറ്റിച്ച ചോദ്യങ്ങൾ എന്ന് പറയുന്നത്. ശരിക്കും ഇതൊരു ഡിഗ്രി ലെവൽ പ്രിലിംസ് എന്ന ലെവലിലേക്ക് കൂടി നമ്മുടെ ചിന്ത മുന്നോട്ടേക്ക് പോകണം കേട്ടോ. കാരണം ഡിഗ്രി ലെവൽ എക്സാംസ്, LSGD, അതേപോലെ തന്നെ SI, ഇതിനൊക്കെ പോസ്റ്റുകൾ എന്ന് പറയുന്നത് വളരെ കുറവാണ്. അതുകൊണ്ട് തന്നെയാണ് ഈ ഒരു എക്സാം ഇങ്ങനെ ഒരു ലെവലിലേക്ക് പോകാനുള്ള ഒരു കാരണം എന്ന് പറയുന്നത്. കാരണം ഉദ്യോഗാർത്ഥികൾക്ക് വേണ്ടി ലിസ്റ്റുകൾ ഇട്ടിട്ട് ആ ലിസ്റ്റുകൾ ഫുള്ള് കംപ്ലീറ്റ് ചെയ്യാതെ PSC ക്ലോസ് ചെയ്യുമ്പോൾ ഉണ്ടാകുന്ന പ്രശ്നത്തെക്കാൾ ഗുരുതരമല്ല ഇന്ന് ഈ ഒരു എക്സാം ടഫ് ആക്കുമ്പോൾ ഉള്ളത് എന്ന് നിങ്ങൾക്ക് മനസ്സിലാവും. കാരണം CPO ലിസ്റ്റിന്റെ ഒക്കെ ആ ഒരു ലെവൽ ഏത് ലെവലിലേക്കാണ് മാറിയത് എന്നുള്ളത് നമുക്ക് വളരെ വ്യക്തമായിട്ട് മനസ്സിലാക്കാനായിട്ട് പറ്റും. അപ്പൊ ആ ഒരു ലെവലിലേക്കൊക്കെ മാറുന്നതിനേക്കാൾ നല്ലത് എന്താണ്, എക്സാം കുറച്ചുകൂടി ടഫ് ആക്കിയതിന് ശേഷം ആവശ്യമുള്ളവരെ മാത്രം അതിലേക്ക് സെലക്ട് ചെയ്ത് എന്ത് ചെയ്യുക, ലിസ്റ്റ് ക്ലോസ് ചെയ്യുന്നതായിരിക്കും കുറച്ചുകൂടി നല്ലത്. ഇപ്പൊ കുറച്ച് വിഷമം ഉണ്ടായാലും അന്ന് ലിസ്റ്റിൽ വന്നിട്ട് ലിസ്റ്റ് അവസാനിക്കുമ്പോൾ ജോലി കിട്ടാതെ ഇറങ്ങുന്നതിനേക്കാൾ നല്ലത് ഈ ഒരു വിഷമമായിരിക്കും എന്നുള്ളത് കുറച്ച് ഉദ്യോഗാർത്ഥികളൊക്കെ മനസ്സിലായിട്ടുണ്ടാവും. കാരണം പുതിയ ഉദ്യോഗാർത്ഥികൾക്ക് ഇങ്ങനെ പറയുമ്പോൾ തന്നെ ദേഷ്യം വരും എന്നോട്. പക്ഷെ കുറച്ച് ലിസ്റ്റിലൊക്കെ വന്ന ആളുകൾക്കാണെങ്കിൽ നിങ്ങൾക്ക് അത് മനസ്സിലാവും. ഒരു ലിസ്റ്റിൽ വന്നിട്ട് അത് കിട്ടാതെ നമ്മൾ പോകുമ്പോഴുള്ള വിഷമം എന്താണെന്നുള്ളതും. ലിസ്റ്റ് വരുമ്പോൾ എല്ലാവർക്കും ഭയങ്കര ഇഷ്ടമായിരിക്കും. ഓക്കെ, അത് നമ്മൾ നോക്കുകയാണെങ്കിൽ ഭരണഘടനാ അസംബ്ലിയുമായി ബന്ധപ്പെട്ട് താഴെ പറയുന്ന പ്രസ്താവനകൾ, ആർട്ടിക്കിൾ 26 മതപരമായത്, അതേപോലെ പരിസ്ഥിതി സംരക്ഷണം മെച്ചപ്പെടുത്തലിനും, അതേപോലെ നമുക്ക് എക്കണോമിക്സിലേക്ക് വരികയാണെങ്കിൽ എന്താന്ന് പോലും എക്കണോമിക്സിന്റെ ഫാക്കൽറ്റീസിന് പോലും അതെന്താന്ന് പോലും മനസ്സിലാക്കാവുന്ന ലെവലിനേക്കാൾ അപ്പുറത്തേക്ക് പോയ ഒരു ചോദ്യം ആയിരുന്നു അവിടെയൊക്കെ വന്നിരുന്നത്. ഒന്നും ചെയ്യാൻ പറ്റത്തില്ല, കണ്ണും മിഴിച്ച് മുകളിലേക്ക് നോക്കിക്കേണ്ട അവസ്ഥയിലേക്ക് എത്തും. അപ്പൊ അതൊക്കെ ഇതായിരുന്നു. പിന്നെ നമുക്ക് സ്റ്റേറ്റ്മെന്റ് ലെവൽ ക്വസ്റ്റ്യൻസ് 32 ആണ് നിലവിൽ നമുക്ക് വന്നിരിക്കുന്നത്. അതേപോലെ തന്നെ എൻ്റെ ഒരു കാഴ്ചപ്പാടിൽ നമ്മൾ ഈ ഒരു ക്വസ്റ്റ്യൻ പേപ്പർ എടുത്ത് നമ്മളത് പഠിച്ച്, അതായത് നമ്മളൊന്ന് ആൻസർ ചെയ്ത് കഴിയുകയാണെങ്കിൽ അത്യാവശ്യം നല്ല രീതിയിൽ ഓൾ ഇൻ ഓൾ സിലബസ് കംപ്ലീറ്റ് ചെയ്ത ഒരു ഉദ്യോഗാർത്ഥിയാണെങ്കിൽ അവനെ സംബന്ധിച്ചിടത്തോളം ഏകദേശം ഒരു 28 മാർക്ക്, GK പാർട്ട് 60-ലാണ് വരുന്നത്, ഒരു 28 മാർക്ക് ടു 35 മാർക്ക് റേഞ്ചിലേക്ക് നമുക്ക് എത്താനായിട്ട് സാധിക്കും. ഓക്കെ, അതായത് എക്സ്പെക്റ്റഡ് ആണ് കേട്ടോ. അതായത് അവർക്ക് 60 മാർക്കാണ് നമുക്ക് എന്ത് ചെയ്യുന്നത് ഈ ഒരു എക്സാമിന്റെ അകത്ത് GK പാർട്ടിൽ വരുന്നത്. അപ്പൊ അതിന്റെ അകത്ത് ഏകദേശം 28 ടു 35 സ്കോർ ചെയ്യാൻ പറ്റുന്ന ഒരു ലെവലിലേക്ക് നമുക്ക് സ്റ്റേറ്റ്മെന്റ് ലെവലിലുള്ള ചോദ്യങ്ങൾ കുറച്ച് നമുക്ക് അറ്റൻഡ് ചെയ്യാനായിട്ട് പറ്റും. അതേപോലെ തന്നെ നമ്മുടെ ഈ പറയുന്ന 28ഓളം ചോദ്യങ്ങളാണ് നമുക്ക് എന്തിൽ വന്നിരിക്കുന്നത്, വൺ വേർഡ് ക്വസ്റ്റ്യൻസ് ആയിട്ട് വന്നിരിക്കുന്നത്. അതിൻ്റെ അകത്ത് കുറേയൊക്കെ നമുക്ക് അറ്റൻഡ് ചെയ്യുമ്പോൾ ഏകദേശം 28 ടു 35 റേഞ്ചിലേക്കുള്ള ഒരു സ്കോറിലേക്ക് നമുക്ക് 60-ൽ സ്കോർ ചെയ്യാനായിട്ട് പറ്റും. അത്യാവശ്യം നല്ല ലെവലിൽ പഠിച്ചുകൊണ്ടിരിക്കുന്ന ഒരു ഉദ്യോഗാർത്ഥിയാണ്. നല്ല ലെവൽ എന്നാണോ ഞാൻ പറഞ്ഞത്, അതായത് ഡിഗ്രി ലെവൽ പ്രിലിംസിന് വേണ്ടിയിട്ട് അടിപൊളിയായിട്ട് പഠിച്ചുകൊണ്ടിരിക്കുന്ന ഒരാൾക്ക് 28 ടു 35, അല്ലാത്ത ഒരാളാണെങ്കിൽ 20 ടു 25 സ്കോർ ചെയ്യാനായിട്ട് പറ്റും. ഡാം ഷുവർ ആണ്. അപ്പോൾ അങ്ങനെ ചെയ്യാനായിട്ട് പറ്റും. ഇനി നമുക്ക് ഇംഗ്ലീഷ് എടുക്കുകയാണെങ്കിൽ 10-ൽ 8 മാർക്ക് നമുക്ക് സ്കോർ ചെയ്യാനായിട്ട് പറ്റും, അല്ലെങ്കിൽ 10-ൽ 5-ന് മുകളിലേക്കുള്ള ഒരു മാർക്കിലേക്ക് അവിടെ സ്കോർ ചെയ്യാനായിട്ട്. അപ്പോൾ 5 ടു 8 എന്ന് പറയുന്ന ഒരു ലെവലിലേക്ക് നമുക്ക് ഇംഗ്ലീഷിനെ നമുക്ക് പരിഗണിക്കാവുന്നതാണ്. ആ ഒരു ലെവലിലേക്കാണ് നിലവിൽ പോയിരിക്കുന്നത്. അതേപോലെ തന്നെ നമുക്ക് മലയാളം എടുത്ത് നോക്കുകയാണെങ്കിൽ മലയാളത്തിന്റെ ചോദ്യങ്ങളും അതേപോലെ തന്നെ അത്യാവശ്യം നല്ല ലെവലിലേക്കുള്ള ചോദ്യങ്ങൾ വന്നിരുന്നു. പക്ഷെ നമുക്ക് ഉദ്യോഗാർത്ഥികൾക്ക് അറിയാം, നമ്മളൊക്കെ പഠിച്ച കാര്യങ്ങളൊക്കെ തന്നെയാണ്. പക്ഷിക്കൂട് എന്ന പദത്തിന്റെ പര്യായം ചുവടെ നൽകിയിരിക്കുന്നവയിൽ നിന്നും കണ്ടെത്തുക, ചേർത്ത് എഴുതുക, വാഗ്വാദം. അതേപോലെ തന്നെ അമരം എന്ന പദത്തിന്റെ വിപരീതം ഏതാണ്, അതേപോലെ ശരി ഉത്തരം തിരഞ്ഞെടുക്കുക, താവഴി. അപ്പൊ അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ എടുത്ത് നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് ഏകദേശം കുഴപ്പമില്ലാത്തൊരു ലെവലിൽ, അതായത് ഒരു 5 ടു 8 മാർക്കിന് മുകളിലേക്ക്, അല്ലെങ്കിൽ 5 ടു 8 ഉറപ്പായിട്ട് നമുക്ക് എന്ത് ചെയ്യാനായിട്ട് പറ്റും, സ്കോർ ചെയ്യാനായിട്ട് പറ്റും.
മാത്സ് എടുത്ത് നോക്കുകയാണെങ്കിൽ മാത്സ് 20-ലാണ് നമുക്ക് ഇന്നത്തെ മാത്സ് എന്ന് പറയുന്നത് 20 മാർക്കാന്നുള്ളത് നിങ്ങൾക്ക് അറിയാലോ. അതായത് ഇന്ന് നമ്മുടെ ഈ ഒരു ചോദ്യപേപ്പർ എടുത്ത് നോക്കുമ്പോൾ 52 മുതൽ നമുക്ക് 50 മുതൽ 70 വരെയുള്ള ചോദ്യങ്ങൾ എന്ന് പറയുന്നത് മാത്സ് ആൻഡ് മെന്റൽ എബിലിറ്റിക്കാണ് വന്നിരിക്കുന്നത്. അപ്പൊ അതിൻ്റെ അകത്ത് നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ ആവറേജ് നന്നായിട്ട് പഠിക്കുന്ന ഒരു ഉദ്യോഗാർത്ഥിക്ക് ഉറപ്പായിട്ട് ഒരു 15 മാർക്ക് സ്കോർ ചെയ്യാനായിട്ട് പറ്റും. 15 മാർക്ക്. അപ്പോൾ അത് ഓരോരുത്തരുടെ ലെവൽ അനുസരിച്ചിരിക്കും കേട്ടോ. കാരണം എന്നാന്ന് വെച്ച് കഴിഞ്ഞാൽ ചിലവർക്ക് മാത്സ് ടഫായിട്ടുള്ള ആൾക്കാരായിരിക്കും. അങ്ങനെയാണെങ്കിൽ അവർക്ക് ഒരു 10-15 സ്കോർ ചെയ്യാനായിട്ട് ഉറപ്പായിട്ടും പറ്റും. അതിന് മുകളിലേക്ക് സ്കോർ ചെയ്യുന്ന ഉദ്യോഗാർത്ഥികൾ ഉണ്ടാകും. നന്നായിട്ട് മാത്സ് അറിയാവുന്ന, ഇപ്പോൾ BSc മാത്സ്, MSc മാത്സ് ഒക്കെ ഉള്ള ആൾക്കാർ, അല്ലെങ്കിൽ ബിടെക്കുകാർ, അങ്ങനെയുള്ള ആൾക്കാർക്കൊക്കെ മാത്സ് എന്ന് പറയുന്നത് ഭയങ്കര അങ്ങനെ വലിയ രീതിയിലേക്കൊരു എന്താ പറയുക, വട്ടം വലയ്ക്കുന്ന ലെവലിലേക്ക് എന്ത് ചെയ്തിട്ടില്ല, പോയിട്ടില്ല എന്ന് വേണമെങ്കിൽ നമുക്ക് പറയാം. അങ്ങനെ നമ്മുടെ ഇന്നത്തെ ഈ ഒരു എക്സാം നമ്മൾ എഴുതിയെടുക്കുമ്പോൾ എക്സാമിൻ്റെ അകത്ത് നമുക്ക് ഇന്ന് അറിയാൻ പറ്റും. അതായത് ടോട്ടല് നമ്മൾ നന്നായിട്ട് പെർഫോം ചെയ്യുന്ന, അതിഗംഭീരമായിട്ട് സിലബസ് കവർ ചെയ്ത ഒരു ഉദ്യോഗാർത്ഥിയാണെങ്കിൽ അവനെ സംബന്ധിച്ചിടത്തോളം ഏകദേശം 55 to 66 എന്ന് പറയുന്ന ഒരു റേഞ്ചിലേക്ക് നമുക്ക് എത്താനായിട്ട് സാധിക്കും. 55 to 60. ഇനി നോർമൽ ഒരു ആവറേജ് ഒക്കെ നോക്കിക്കൊണ്ടിരിക്കുന്ന ഉദ്യോഗാർത്ഥികളും ഇന്ന് അത്രയും ടഫായിട്ടുള്ള ഒരു എക്സാമോ ആയതുകൊണ്ടും ഏകദേശം 50 to 55 എന്ന് പറയുന്ന ഒരു കട്ട് ഓഫ്. ഓക്കെ, അതായത് 50 to 55 LSGD എന്ന് പറയുമ്പോൾ 50 to 55 എന്ന് പറയുന്ന ഒരു കട്ട് ഓഫിലേക്ക് നമുക്ക് നോക്കാം. ആ ഒരു ലെവലിൽ ഉറപ്പായിട്ടും LSGD ഉണ്ടാവും. കാരണം അത്രയും വേക്കൻസീസ് ആണ് നിലവിൽ അവിടെ ഉണ്ടാവുള്ളൂ. അപ്പോൾ LSGD എന്ന് പറയുന്നത് ആ ഒരു പോസ്റ്റിലേക്കാണെങ്കിൽ, അതായത് അത്രയും ഹൈ ആയിട്ടുള്ള ഒരു പോസ്റ്റാണ്. അതിൻ്റെ അകത്ത് നമുക്ക് നോക്കാം ഏകദേശം എന്താണ് 50 to 55. അതേപോലെ തന്നെ SI എന്ന് പറയുന്ന ആ ഒരു പോസ്റ്റ് എടുത്തു നോക്കുകയാണെങ്കിൽ അതിൻ്റെ അകത്തേക്ക് വരുന്ന എത്രയാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ കട്ട് ഓഫ് എന്ന് പറയുന്നത് 35, 30 to 35, അല്ലെങ്കിൽ 35 to 37, അതായത് 35 to 40 വരുന്ന ഒരു കട്ട് ഓഫിലേക്ക് SIയുടെ കട്ട് ഓഫും മാറാൻ സാധ്യതയുണ്ട്. അപ്പോൾ അങ്ങനെയായിരിക്കും ഇന്നത്തെ കട്ട് ഓഫ് എന്ന് പറയുന്നത്. അപ്പോൾ ഇന്നത്തെ അത്യാവശ്യം നല്ല രീതിയിൽ സിലബസ് കംപ്ലീറ്റ് ചെയ്ത്, അതായത് വേണ്ടത് മാത്രം, അത് ഏറ്റവും വലിയ പ്രശ്നം വന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ GK തന്നെയാണ് ഇന്ന് ഏറ്റവും കൂടുതൽ പ്രശ്നം ഉണ്ടാക്കിയത് തന്നെ. അതായത് മാത്സിൽ നിന്ന് സ്റ്റാർട്ട് ചെയ്ത് ഇംഗ്ലീഷ്, മലയാളം തീർത്ത ശേഷം നേരെ GKയിലേക്ക് വന്ന ഒരു ഉദ്യോഗാർത്ഥിയാണെങ്കിൽ അവൻ ഉറപ്പായിട്ടും 55 to 60 എന്ന് പറയുന്ന മാർക്കിലേക്ക് എത്താനായിട്ട് പറ്റും. ബാക്കിയുള്ള ഉദ്യോഗാർത്ഥികൾ എന്ന് പറയുന്നത് സമയം കിട്ടാതെ GKയിൽ കിടന്ന് വലഞ്ഞ് അവസാനം സമയം കിട്ടാതെ മാത്സും അതേപോലെ തന്നെ മെന്റൽ എബിലിറ്റിയും കുളമാക്കി വെച്ച് വീണ്ടും എന്ത് ചെയ്തു, ഇംഗ്ലീഷും മലയാളത്തിൽ കൺഫ്യൂസിങ്ങും ഉണ്ടാക്കി തീർത്ത് പണ്ടാരടങ്ങി പോയിട്ടുണ്ട്. അങ്ങനെ കുറച്ച് ഉദ്യോഗാർത്ഥികൾ ഭയങ്കരധികം സങ്കടം ഉണ്ടിട്ടോ ഇങ്ങനെയൊക്കെ പറയുമ്പോൾ. അപ്പോൾ അത് എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ ഇനിയുള്ള എക്സാമുകളിലാണ് നിങ്ങൾ ഒരു കാര്യം, അതായത് ഞാൻ എപ്പോഴും നമ്മുടെ ചാനലിൽ പറയുന്ന ഒരു കാര്യമാണ്, കോർ സബ്ജക്റ്റ് എന്ന് പറയുന്നത് മാക്സിമം നിങ്ങൾ എന്ത് ചെയ്യുക, നിങ്ങൾ സെറ്റ് ചെയ്ത് വയ്ക്കുക. ഇംഗ്ലീഷും മാത്സും മലയാളം എന്ന് പറയുന്നത് നമ്മുടെ കോർ സബ്ജക്റ്റ് ആണ്. അത് നിങ്ങൾ എത്രത്തോളം സെറ്റാക്കി വയ്ക്കുന്നോ അത്രത്തോളം നിങ്ങൾ എന്ത് ചെയ്യും, ആ ഒരു എക്സാമിന് നിങ്ങൾ ക്രാക്ക് ചെയ്യാനായിട്ട് നിങ്ങൾക്ക് പറ്റും. അല്ലാതെ GK പാർട്ട് നിങ്ങൾ എവിടെയൊക്കെ തല കുത്തി മറിഞ്ഞാലും ടഫ് ആക്കണമെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, അല്ലെങ്കിൽ ടഫ് ആവണമെന്ന് PSCക്ക് തോന്നിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ അത് ടഫാക്കി കഴിഞ്ഞാൽ ഇപ്പുറത്ത് വന്നു കഴിയുമ്പോൾ ഒന്നും നമുക്ക് ചെയ്യാൻ പറ്റാത്ത അവസ്ഥയിലേക്ക് പോകും. കാരണം കൂടുതൽ നമ്മൾ എന്ത് ചെയ്യും, ഭയങ്കരമായിട്ട് ടെൻഷനായി പോകും. കാരണം ഈ ഒരു എക്സാമിനെ കുറിച്ചുള്ള നമ്മുടെ ധാരണകൾ വച്ചുകൊണ്ടാണ് എല്ലാ ഉദ്യോഗാർത്ഥികളും ഹാളിലേക്ക് കയറുന്നത്. അവിടെ മുതൽ നമ്മൾ തിരിച്ചിങ്ങോട്ടേക്ക് നോക്കുമ്പോൾ നമ്മുടെ കൺട്രോളിൽ നിന്ന് തന്നെ പോകുന്ന ഒരു എക്സാം ആയിട്ട് പോകും GK എന്ന് പറയുന്ന ആ ഒരു ലെവലിൽ ടഫായി കഴിയുമ്പോൾ. അപ്പോൾ അതുകൊണ്ട് തന്നെ പ്രിയ ഉദ്യോഗാർത്ഥികളെ, നിങ്ങൾ എല്ലാവരും എന്ത് ചെയ്യുക, ഇംഗ്ലീഷ്, മാത്സ്, മലയാളം സെറ്റാക്കി വയ്ക്കുക. അതിൽ നിന്നും ഇനിയുള്ള എക്സാമുകൾക്ക് വേണ്ടിയിട്ട് എപ്പോഴും നമുക്ക് എക്സാമുകൾ കാണുമ്പോൾ തന്നെ മനസ്സിലാവും. അതായത് GK പാർട്ട് ഇത്തിരി ടഫ് ആവുകയാണെങ്കിൽ നമ്മൾ എന്ത് ചെയ്യുക, ഇംഗ്ലീഷ്, മാത്സ്, മലയാളം സ്റ്റാർട്ട് ചെയ്യുക. ഇംഗ്ലീഷ്, മലയാളം ടഫ് ആണെങ്കിൽ എന്ത് ചെയ്യുക, GK എന്ന് സ്റ്റാർട്ട് ചെയ്യുക. അപ്പോൾ അങ്ങനെ ഒരു ധാരണയിൽ തന്നെ ഇനിയുള്ള എക്സാമുകൾ അറ്റൻഡ് ചെയ്യുക. PSC എന്ന് പറയുന്നത് ഓരോ ദിവസം ചെല്ലുന്നതോറും എത്രത്തോളം ടഫ് ആക്കാൻ പറ്റുന്നോ, ഏതൊക്കെ രീതിയിലേക്ക് ചോദ്യങ്ങളെ മാറ്റാൻ പറ്റുന്നോ ആ ഒരു ലെവലിലേക്കൊക്കെയാണ് പോയിക്കൊണ്ടിരിക്കുന്നത്. അപ്പോൾ നിങ്ങൾ പഠിക്കുമ്പോൾ ഇനിയാണെങ്കിലും എന്താ പറയുക, ഇതിൻ്റെ അകത്ത് കുറേ SCRT, NCRT ഫാക്റ്റ് ഒക്കെ കയറി വന്നിട്ടുണ്ട്. റാങ്ക് ഫയൽ പഠിക്കുക ഉദ്യോഗാർത്ഥികൾക്ക് കുറേ കാര്യങ്ങൾ അതിൻ്റെ അകത്ത് നമുക്ക് എന്താണ് സെറ്റായിട്ട് കിട്ടും. പക്ഷേ
നമ്മുടെ ഈ ഒരു എക്സാം എന്ന് പറയുന്നത് ടഫ് തന്നെയാണ്. അപ്പോൾ ഇന്നത്തെ നമ്മുടെ ഈ ഒരു എന്താ പറയുക കട്ട് ഓഫിന്റെ അവസാനം കൺക്ലൂഡ് ചെയ്യുമ്പോൾ, അതായത് ഇന്നത്തെ എക്സാമിന് മാത്സ്, ഇംഗ്ലീഷ്, മലയാളം ആദ്യം സ്റ്റാർട്ട് ചെയ്ത് GK പോയ ഉദ്യോഗാർത്ഥികൾക്ക് ഏകദേശം 50 to 55, 60 വരെ പ്രതീക്ഷിക്കാവുന്നതാണ്. അതേപോലെ തന്നെ എന്താണ് കട്ട് ഓഫ് എന്ന് പറയുന്ന LSGD വരികയാണെങ്കിൽ ഏകദേശം നമുക്ക് വരുന്ന കട്ട് ഓഫ് 50 to 55, SIക്ക് 35 to 37, മാക്സിമം 40 വരെ ആയിരിക്കാം കട്ട് ഓഫ് പ്രിലിംസ് ആയതുകൊണ്ട് വരുന്നത്. പക്ഷേ അടുത്ത മെയിൻസ് എന്ന് പറയുന്നത് നല്ല ടഫായിരിക്കും. അപ്പോൾ ഇന്ന് മുതൽ ഈ ഒരു പ്രതീക്ഷിച്ച കട്ട് ഓഫിലേക്ക് വരുന്ന ഉദ്യോഗാർത്ഥികളാണെങ്കിൽ ഇന്ന് തന്നെ നിങ്ങൾ ഇരുന്ന് എന്ത് ചെയ്യുക, കിടിലമായി തന്നെ പഠിക്കുക, സിലബസ് കവർ ചെയ്യുക, എല്ലാ ടോപ്പിക്സും എന്ത് ചെയ്യുക, സിസ്റ്റമാറ്റിക് ആയിട്ട് പഠിച്ചു പോവുക. നിങ്ങളുടെ പഠനം എന്ന് പറയുന്നത് അത് നിങ്ങളാണ് തീരുമാനിക്കേണ്ടത്, നിങ്ങളുടെ സ്റ്റൈലിലാണ് നിങ്ങൾ പഠിക്കേണ്ടത്. ബാക്കിയെല്ലാം എന്ത് ചെയ്യുക, പല പല കാര്യങ്ങളും പല പല ചാനലുകളിലാണെങ്കിലും, ഇപ്പം നമ്മുടെ ചാനലിലാണെങ്കിലും പല പല ചാനലുകൾ എല്ലാത്തിലും ഉണ്ട്. പക്ഷെ അതൊക്കെ നമ്മൾ എന്ത് ചെയ്യുക, നമ്മുടെ ഒരു സ്റ്റൈലിലേക്ക് മാറ്റിയതിന് ശേഷം മാത്രം എന്ത് ചെയ്യുക, പഠിക്കാനായിട്ട് പോവുക. അത് മാത്രമാണ് നിങ്ങളെ നല്ലൊരു റാങ്കിലേക്ക് എത്തിക്കോളൂ. ഇന്നത്തെ വീഡിയോ ഇവിടെ വെച്ച് വൈൻഡപ്പ് ചെയ്യാണ്. സൈനിങ് ഓഫ്, അരുൺ കൊമ്പനാടൻ. ഇനിയും ഇതേപോലുള്ള പുതിയ PSCയുമായി ബന്ധപ്പെട്ട എന്താ പറയുക എക്സാമിൻ്റെ കട്ട് ഓഫ്, അതേപോലെ തന്നെ എന്താണ് റാങ്ക് ഫയൽ വീഡിയോ, അതേപോലെ തന്നെ സിലബസ്, ഇങ്ങനെ കാര്യങ്ങളെല്ലാം നമ്മൾ ചർച്ച ചെയ്യാറുണ്ട്. അതേപോലെ തന്നെ നമ്മുടെ ടെലഗ്രാം ചാനലിൽ ഇനിയും അംഗമാകാത്ത ആരെങ്കിലും ഉണ്ടെങ്കിൽ എന്ത് ചെയ്യുക, ഒന്ന് അംഗമാകാനായിട്ട് ശ്രമിക്കുക, ജോയിൻ ചെയ്തോ. നിങ്ങൾക്ക് എന്തായാലും അതൊരു മുതൽക്കൂട്ടായിരിക്കും. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇവിടെ വെച്ച് വൈൻഡപ്പ് ചെയ്യാണ്. എല്ലാവർക്കും നല്ലത് മാത്രം വരട്ടെ എന്ന് ആത്മാർത്ഥമായി പ്രാർത്ഥിച്ചുകൊണ്ട് നിർത്തുന്നു. അരുൺ കൊമ്പനാടൻ സൈനിങ് ഓഫ്.